നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് കാൺപൂരിൽ ഒരു മതപരിവർത്തനം നെടുമങ്ങാട് സ്വദേശിയാണ് ഇപ്പോൾ ജയിലിലാണ്. ഈ സംഘപരിവാർ സംഘടനകളും പോലീസും എത്തിയാണ് ഒന്നിച്ച് അറസ്റ്റ് ചെയ്തത്. മന്ത്രി കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ചത് എങ്ങനെയാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തവും? കരകുളം കല്ലയത്ത് ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആൽബിൻ, അവിടെ CSI ചർച്ചിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആൽബിൻ 10 വർഷം കൊണ്ട് കാൺപൂരിലെ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, 3 മക്കൾ, ആ 4 പേരെയും ഒരുമിച്ചാണ് ബജറംഗ് ദൾ പ്രവർത്തകർ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കുടുംബം ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇന്നലെ ആ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും മോചിതമായി. എന്നാൽ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഈ വിഷയം കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാതാവ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ CMൻ്റെ ഓഫീസിൽ CMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്നലെ വൈകുന്നേരം തന്നെ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആൽബിൻ ഒരു സാധാരണ കുടുംബം. ആൽബിനോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നിരവധിയായ പാസ്റ്റർമാർ ഈ UPയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. അവരെല്ലാം മാനസികമായി വല്ലാത്ത ഉത്കണ്ഠയിലാണ്, വിഷമത്തിലാണ്. അവർ ഗവൺമെൻറ്റിൻ്റെയും കോടതിയുടെയും മുന്നിലേക്ക് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മതപരിവർത്തന പ്രവർത്തനങ്ങളിലേക്കല്ല, വിശ്വാസി എന്ന നിലയ്ക്ക് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്.